സിനിമയിൽ കാണുമ്പോൾ നമ്മൾ കൈയടിച്ച് അറുമാദിച്ച് ആസ്വദിച്ച് കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ റിയൽ ലൈഫിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഉദാഹരണത്തിന് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട രാവണപ്രഭുവിലെ കാർത്തികേയൻ. അല്ലെങ്കിൽ ഒരു ദിവസം കാക്കും, പിന്നെ നമ്പ്യാര് വിവരം അറിയും. നീ പോടാ ചെക്ക. ഈ ചെറുഗോളത്തിലെ ഹൈവേകളിൽ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങാറുണ്ട്. മംഗലശ്ശേരി നീലകണ്ഠൻ മകൻ കാർത്തികേയൻ. കാർത്തികേയൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് ഇതേപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. എങ്കിലും നമുക്ക് കാർത്തികേയനിൽ നിന്ന് തുടങ്ങാം. ഇത്തിരി വിത്ത് വാരിക്കൊണ്ട് അവലുണ്ടാക്കി തേങ്ങയും ശർക്കരയും കുഴച്ച് തിന്നാൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. രാവണപ്രഭു ചിത്രത്തിൽ മോഹൻലാൽ ചെയ്ത കാർത്തികേയൻ എന്ന് പറയുന്ന നായക കഥാപാത്രം എന്തൊരു വെറുപ്പീരാണെന്ന് ഇപ്പോൾ ഫാനസ് മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. നമുക്കൊന്ന് മാറിയെന്ന് സംസാരിച്ചൂടെ? നീ പറയടാ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. പക്ഷെ അവൻ പറഞ്ഞു അവനെ കൊണ്ട് നിങ്ങൾ വേഷം കെട്ടിച്ചതാണ്. ആണോ? അതുപോലൊരു മനുഷ്യനൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ ജാതി കോമഡി ആയി പോയേനെ. ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല. പല്ല് തെറിപ്പിച്ചിട്ടുണ്ട് ചിലരുടെ. എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതൊക്കെ ഞാൻ വീട്ടിലൊരു ഹോർലിക്സ് കുപ്പിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അല്ലടാ ഉണ്ണി? അതായത് നമ്മുടെ നാട്ടിലോ വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് പരിചയത്തിലുള്ള ഒരാൾ നമ്മുടെ മുന്നിൽ വന്നു നിന്ന് കാർത്തികേയനെ പോലെ മാസ് ഡയലോഗ് അടിച്ച് ഷോ ഇറക്കിയാൽ നമ്മളടക്കമുള്ളവർ അയാളെ കളിയാക്കി ചിരിക്കില്ലേ? കേന്ദ്രമെന്ന് വെച്ചാൽ സർവപ്രപഞ്ചത്തിന്റെയും കേന്ദ്രമായ ഹേയ് സവാരി ഗിരിഗിരി എന്നൊക്കെ പറഞ്ഞ് സിഗരറ്റും ചുണ്ടിൽ വെച്ച് നമ്മുടെ മുന്നിലൂടെ എങ്ങനെ തെക്കോട്ടും വടക്കോട്ടും നടന്നാൽ നമ്മൾ അയാളെ കളിയാക്കി കൊല്ലില്ലേ? മിസ്റ്റർ എസ്.പി. ബാസ്കിങ് പിന്നെ ഗളരിപ്പേറ്റ് എന്നൊക്കെയുള്ള ചപ്ലാച്ചി ഡയലോഗും പറഞ്ഞ് നടു റോഡിൽ കിടന്ന് പട്ടി ഷോ കാണിച്ചാൽ നമ്മൾ ചിരിച്ച് വയറിളകത്തല്ലേ ഉള്ളൂ. ബാസ്കിങ് പിന്നെ ഗരാറ്റെ പിന്നെ ഗളരിപ്പൈറ്റ്. ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഹീറോയിസം കാണിച്ചാൽ ഉളുപ്പില്ലേ ഇവനെന്ന് ചിന്തിക്കില്ലേ നമ്മളൊക്കെ? ഇനിയും എന്തിനാണ് നമ്മൾ ഈ നേൽക്കുത്ത് കളിക്കുന്നത്? പറ, നമുക്ക് പരസ്പരം ഇഷ്ടമാണെന്ന്. ചെന്നി നായകവും മുട്ടയുടെ വെള്ളയും ചില്ലറ കിടിപിടി മരുന്നുകളൊക്കെ ചേർത്ത് ഒരു സവാരി ഗിരിഗിരിയുണ്ട്. ചതവിന് ബെസ്റ്റാ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വാരി ഇങ്ങനെ സവാരി ഗിരിഗിരി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയ്യേ എന്ന് തന്നെയാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും വിചാരിക്കുക. എനിക്ക് മനസ്സിലാകുന്നില്ല. സിനിമയിലല്ല കേട്ടോ, റിയൽ ലൈഫിൽ. ആ സിനിമ ഇപ്പോൾ കണ്ടാലും നമുക്ക് മടുപ്പില്ലാതെ വീണ്ടും കാണാൻ കഴിയുന്ന ഒരു ചിത്രമൊക്കെ തന്നെയാണ്. പക്ഷേ റിയൽ ലൈഫിൽ ഈ ഒരു ക്യാരക്ടർ വന്നാൽ അതിന്റെ മാക്സിമം വെറുപ്പീര് സ്വഭാവം, അതിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. പേനിനെ കൊല്ലുക, നഖം അമർത്തിയാൽ ഇരുമ്പ് കൂടത്തിനടിച്ചല്ല. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? എലിക്ക് പാഷാണം, അല്ലാതെ AK-47 എടുത്ത് ആരും ഫയർ ചെയ്യാറില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ ഉള്ളത് പറഞ്ഞാൽ ഇമാതിരി ഷോയൊക്കെ നമ്മുടെ കൺവെട്ടത്താണ് നടക്കുന്നതെങ്കിൽ നാട്ടിലെ പിള്ളേരൊക്കെ അത് ഫോണിൽ പിടിച്ച് വൈറലാക്കി നാറ്റിച്ചു വിട്ടേനെ. നിങ്ങൾ ഈ കാണിക്കുന്നത് ചീപ്പാണ്. യെസ്, ഐ നോ ദാറ്റ്. സത്യത്തിൽ സിനിമയിലെ മോഹൻലാലിന്റെ കരിസ്മ കൊണ്ട് മാത്രമാണ് കാർത്തികേയനെ പോലുള്ള വെറുപ്പി നായകനൊക്കെ നമ്മൾ ആസ്വദിച്ച് കണ്ടത്. അതിന് മോഹൻലാലിന് നല്ലൊരു കൈയടി തന്നെ കൊടുക്കണം. മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ, എമ്മൻ കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ. സിനിമയിൽ ഇതൊക്കെ കണ്ട് രസിക്കാൻ നമ്മൾക്ക് ഇഷ്ടമാണ്. തോക്കെടുത്തോ, പക്ഷെ തോക്കാൻ വേണ്ടിയാകരുതെന്ന് മാത്രം. എന്നിട്ട് ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരു ഏടായിരിക്കണം കഥ. പക്ഷെ ആ കഥയിൽ പൊടുപ്പിലും തൊങ്ങലും ഒക്കെ വെച്ച് സിനിമയായി വരുമ്പോ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്തു എന്ന് പറയുന്നതിൽ 1%, 2% മാത്രമേ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. മംഗലശ്ശേരി കാർത്തികേയൻ റിയൽ ലൈഫിൽ വല്ലതും ആയിരുന്നുവെങ്കിൽ കോമഡി മെറ്റീരിയൽ ആയി തീർന്നേനെ, നമ്മുടെ ആറാട്ടണ്ണനെയൊക്കെ പോലെ. ഞാനൊരു കാര്യം മൂപ്പരോട് പറഞ്ഞിട്ട് പോടാ. അപമാനിച്ചെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. പുള്ളി സ്വയം മാസെന്ന് കരുതുന്ന പല കാര്യങ്ങളും പൊങ്ങച്ചുമടിക്കുന്നു. അതൊക്കെ നമുക്കിപ്പോ കോമഡി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടറും റിയൽ ലൈഫിൽ വന്നാൽ കോമഡി തന്നെയായിരിക്കും. അല്ലെങ്കിലും സിനിമയിൽ മാസൊക്കെ കാണിക്കുന്ന കഥാപാത്രങ്ങളെ റിയൽ ലൈഫിലൊക്കെ ഒന്നും മാറ്റി ചിന്തിച്ചാൽ ഫുൾ ക്രിഞ്ചായി പോകും. ശരിയല്ലേ? മൂപ്പരോട് പറഞ്ഞിട്ട് പോടാ. കാർത്തികേയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി റിയൽ ലൈഫിൽ നമുക്ക് ചുറ്റുപാട് ഉണ്ടായിരുന്നുവെങ്കിൽ അത് മറ്റൊരു ആറാട്ടണ്ണനാകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും എന്നതാണ്. പിന്നെ ഗരാറ്റെ പിന്നെ ഗളരിപ്പൈറ്റ്.